അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളെ പോലീസ് ചെക്ക് ചെയ്യാൻ നിർത്തിയിരിക്കുന്നതാണ്. എൻ്റെ പുറകിൽ കാണുന്ന മുഴുവൻ ആപ്പിളാണ് കണ്ടോ. ഗ്രീനുണ്ട്, റെഡ് പഴുക്കാനായതുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പറ. മുഴുവൻ മിലിറ്ററി ആട്ടോ പോകുന്ന വഴി. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. നല്ല ഉരുളൻ കല്ലുകളും കൈ എത്തും ദൂരത്ത് കൊല കൊലയായിട്ട് ആപ്പിൾ കണ്ടു. ഈ പുറകിൽ കാണുന്നത് മുഴുവൻ സെഫ്രോണിന്റെ കൃഷി. നമസ്കാരം. അപ്പൊ നമ്മൾ ശ്രീനഗറിലാണുള്ളത്. നമ്മൾ നേരെ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. പെഹൽഗാമിലേക്ക് ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശ്രീനഗർ നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയെല്ലാം സെഫ്രോണിന്റെ പാടങ്ങളാണ് കേട്ടോ. ഇപ്പം കൃഷി ആൾക്കാർ നടുന്നേ ഉള്ളൂ, എല്ലാം ഉഴുതിട്ടിട്ടുണ്ട്. മുഴുവൻ മിലിറ്ററി ആട്ടോ. പോകുന്ന വഴിയെല്ലാം മിലിറ്ററിയാണ്. നമുക്ക് അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. നിർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെടുക്കാൻ പറയും വണ്ടി. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മിലിറ്ററി ഉണ്ട്. ഞങ്ങൾ നേരത്തെ നിർത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി എടുത്തു. ഇടയ്ക്കിടയ്ക്ക് മിലിറ്ററിയുടെ വണ്ടി പോകും. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ റോഡിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഈ പുറകിൽ കാണുന്നത് മുഴുവൻ സെഫ്രോണിന്റെ കൃഷി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ പണിക്കാരുണ്ട്. കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് മണ്ണ് ഉഴുതുകൊണ്ടിരിക്കുകയാണ്. അത് ഉഴുത് കഴിഞ്ഞ് ഇനി അവർ നടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നിറയെ ചെമ്മരിയാടാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്, കാണിച്ചു തരാം. ഞങ്ങളങ്ങനെ പെഹൽഗാം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പെഹൽഗാം എത്തും. പെഹൽഗാം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ആട്ടിടയന്മാരുടെ നാടാണ് പെഹൽഗാം. നമുക്ക് പോകുമ്പോൾ തന്നെ കാണാം. അതായത് ആടിനെ മേയ്ക്കുന്നവരും അങ്ങനെ ഒരുപാട് പേര് ഉള്ള ഒരു സ്ഥലമാണ് പെഹൽഗാം. കുറേ മൗണ്ടൻസ്. അതായത് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പെഹൽഗാം. അത്രയും മനോഹരമാണ്. നമുക്ക് പോകുന്ന വഴി എല്ലാ കാഴ്ചകളും കാണാം. ആദ്യം നമ്മൾ പെഹൽഗാമാണ് എത്തുക. പെഹൽഗാം എന്ന് നമുക്ക് പിന്നെ വാലീസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ആരു വാലി ഉണ്ട്, ബെത്തബ് വാലി ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, ചന്ദൻ വാലി ഉണ്ട്. പോകുന്ന വഴി തന്നെ ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് നമ്മളെന്താ പറയാ, നിങ്ങൾ കാണുക തന്നെ ചെയ്യണം. അത്രയും മനോഹരമാണ് കാശ്മീർ. അപ്പൊ നമ്മള് ആപ്പിൾ വാലി എത്തിയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ആപ്പിളാണ്. ആപ്പിളിന്റെ തോട്ടമാണ്. എന്റെ പുറകിൽ കാണുന്ന മുഴുവൻ ആപ്പിളാണ് കണ്ടോ. ഗ്രീനുണ്ട്, റെഡ് പഴുക്കാനായതുണ്ട്, എല്ലാം ഉണ്ട്. ആപ്പിളിന്റെ ഒരു തോട്ടത്തിലാണ് നമ്മളിത് കണ്ടോ. ആപ്പിൾ, ഫുൾ ആപ്പിളാണ്. അപ്പം നമ്മളങ്ങനെ ആപ്പിളിന്റെ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കൈ എത്തും ദൂരത്ത് കൊല കൊലയായിട്ട് ആപ്പിൾ കണ്ടോ. കൈ എത്തും ദൂരത്ത് കൊല കൊലയായിട്ട് ആപ്പിൾ ഉണ്ട്. ഫുൾ ആപ്പിളാണ്. ആപ്പിൾ വാലി. നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴിയാണിത്. നമ്മൾ പെഹൽഗാമിലേക്ക് പോകുന്ന വഴി. ഓ മൈ ഗോഡ്, എത്രയോ ആപ്പിളില്ലേ. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കുഞ്ഞി ആപ്പിളിന്റെ മിനിയേച്ചർ എന്ന് പറയാം. അത് കാണിച്ചു തരാവേ. ഓക്കെ, ഇത് വളരെ ചെറുതാണ്. ഓക്കെ, എൻ്റെ കൈ വെച്ച് നോക്കി വളരെ ചെറുതാണ്. ആപ്പിളിന്റെ ഒരു മിനിയേച്ചറാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് അത്. എനിക്ക് ഭയ്യ ഗ്രീൻ ആപ്പിൾ ആപ്പിൾ കണ്ടിട്ട് മതിയാകുന്നില്ല കേട്ടോ. ഇത്രയും കയ്യെത്തും ദൂരത്ത് ഇത്രയും ആപ്പിൾ കാണുമ്പോൾ വല്ലാത്തൊരു ആക്രാന്ത. ഏട്ടൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ആ സന്തോഷം. നമ്മള് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ഫ്രഷ് ആപ്പിൾ വെച്ചിട്ടൊരു ജ്യൂസ് കുടിക്കാൻ പോവാണ്. വിത്തൗട്ട് ഷുഗർ, बिना വാട്ടർ. വാട്ടറും ഇല്ല, ഷുഗറും ഇല്ല. വിതൗട്ട് വാട്ടർ ആൻഡ് പിക്കിളാണ് അല്ലേ. ഇത് ആപ്പിളിന്റെ പിക്കിളാണ്. एप्पल की चटनी, एप्पल का पिकल, चटनी. दिस इज लोटस स्टेम, कमल ककड़ी का.
apple jam. You can take this with early in the morning with bread. I mean with breakfast. First of all, I will show you some jam first. എന്താണമ്മോ? You know garlic? हाँ गार्लिक, यस. इसका जो ऊपरी हिस्सा होता है ना, ഗാർലിക് സ്റ്റെമ്മ गार्लिक स्टेम है, प्लांट है ना. garlic stick, हाँ, इसी का बनता है. ഇതെല്ലാം ആപ്പിളിൻ്റെ കുറേ അധികം പ്രൊഡക്റ്റ്, വെറൈറ്റി പ്രൊഡക്ട്സ് ആണ്. ആപ്പിളിൻ്റെ പിക്കിളുണ്ട്, ദെൻ ചട്നി ഉണ്ട്, ദെൻ ആപ്പിൾ അഗൈൻ ജാം, Mulberry jam. മൾബറി ജാം, ആപ്പിൾ ജ്യൂസ് ഉണ്ട്. This is apple cider vinegar and this is honey. ആപ്പിളിൻ്റെ വിത്തൗട്ട് ഷുഗർ, വിത്തൗട്ട് വാട്ടർ നമുക്ക് ജ്യൂസ് നമ്മൾ റെഡിയാണ്, കഴിച്ചു നോക്കുന്നത്. സൂപ്പറ. നമ്മളീ പോകുന്ന വഴിക്ക് ആപ്പിൾ വാലിയാണ്, നിറയെ തോട്ടങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അതായത് എൻട്രി ഫീ ഒന്നും ഇല്ല. നിങ്ങൾ ജ്യൂസ് കുടിക്കുക, അവിടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ മാത്രമേ അതിന് പൈസ കൊടുത്താൽ മതി. ഞങ്ങളിപ്പോൾ ജ്യൂസ് കുടിച്ചു, പിന്നെ 1 കിലോ ആപ്പിൾ വാങ്ങി. 1 കിലോയ്ക്ക് വെറും 100 രൂപകൾ നല്ല ഫ്രഷ് ആപ്പിൾ കിട്ടിയായിരുന്നു. നമ്മളങ്ങനെ പെഹൽഗാം പോകുന്ന വഴിയാണ്. ഒരു 18 കിലോമീറ്റർ കൂടെ ഉണ്ട്. പക്ഷെ പോകുന്ന വഴി കണ്ടോ, ചെറിയൊരു സ്ട്രീം ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. നല്ല ഉരുളൻ കല്ലുകളും ഒരു നദി ഇതിൽ ഒഴുകുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ചെറുതായിട്ടേ വെള്ളമുള്ളൂ. ഇനി അറ്റത്ത് ഇതിൻ്റെ അപ്പുറത്തും ഇതേ ഭംഗി തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ജലൂം റിവറിൻ്റെ അടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെഹൽഗാമിലേക്ക്. ആ റിവറിൻ്റെ ഒക്കെ ഒരു ഭംഗി ഒന്നും പറയാനില്ല കേട്ടോ. നിങ്ങൾ കണ്ട് തന്നെ ആസ്വദിച്ചോ. അതാ അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളെ പോലീസ് ചെക്ക് ചെയ്യാൻ നിർത്തിയിരിക്കുന്നതാണ്. ഇത് വരുന്ന വഴിക്ക് ഇതുവരെ ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പം ജമ്മു കാശ്മീരിൻ്റെ പോലീസാണ്. ലൈസൻസ് ചോദിച്ചു, ഞാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം പേപ്പറെല്ലാം ഓക്കെ ആണെന്ന് വെച്ച് 2 ഓൺലൈൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് വരട്ടെ. വണ്ടിയുടെ പേപ്പറെല്ലാം ഓക്കെയാണ്, വണ്ടിക്ക് വേറെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് വരട്ടെ. പുറകിലുണ്ട് പോലീസുകാർ കണ്ടോ. അപ്പോൾ അവരവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ എന്തോ നോക്കുകയാണ്. അപ്പോൾ നോക്കി വരട്ടെ. അപ്പോൾ പോലീസ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പോലീസുകാരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ബത്തബ് വാലിയിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.